എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ സംഘർഷത്തിൽ ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ചയുണ്ടാകും. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി നിയമിതനായ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ പ്രതിഷേധിച്ച 21 വൈദികർക്കെതിരെ കേസെടുത്തു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? ഇന്നെന്തായാലും ഇപ്പോൾ പ്രതിഷേധക്കാർ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്നലെ 21 വൈദികർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും. ഒപ്പം ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി സമവായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിലാണ് ചർച്ച. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബിഷപ്പ് ഹൗസിൻ്റെ മുൻവശത്താണ്. ഇവിടെ ഈ ബാരിക്കേഡുകൾ കൂടുതലായി കൊണ്ടുവന്നിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിലേക്ക് ഒരു തരത്തിലും ആരും കടക്കാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വൈദികർക്കെതിരെ കേസെടുത്തതിൻ്റെ FIR അത് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വലിയ തോതിലുള്ള ആക്രമണം ഇന്നലെ അഴിച്ചുവിട്ടു എന്ന് പറയുന്നുണ്ട്. ഒപ്പം ബിഷപ്പ് ഹൗസിലെ ഫർണിച്ചറുകളടക്കം പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. അതിൽ 1 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുള്ളതായാണ് FIR-ൽ പറയുന്നത്. ഒപ്പം ഈ പ്രവർത്തികൾ, അതായത് ആക്രമണവും സംഘർഷവും ഒന്നും ദൃശ്യങ്ങളിൽ പതിയാതിരിക്കാൻ ബിഷപ്പ് ഹൗസിലെ CCTV ക്യാമറകൾ കടലാസുകൾ ഉപയോഗിച്ച് മറച്ചുവെച്ചുവെന്നും FIR-ലുണ്ട്. എന്തായാലും പോലീസിനെ ആക്രമിച്ചടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ്, PDPP അടക്കം ചേർത്തുകൊണ്ടാണ് നിലവിൽ ഈ 21 വൈദികർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കേസ് എടുത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാനുമാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ബിഷപ്പ് ഹൗസിൻ്റെ പരിസരം നീങ്ങും. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ സുരക്ഷയിലേക്ക് ഈ പരിസരത്തെ പോലീസ് കൊണ്ടുപോകുന്നത്. ഒപ്പം പുതിയതായി ചുമതലയേറ്റ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ചുമതലയേറ്റ മാർ ജോസഫ് പാംബ്ലാനി ഒരുപക്ഷെ ഇന്ന് എത്തി ചുമതലയേൽക്കാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. എന്തായാലും ആ പ്രതിഷേധ സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് കൂടുതൽ സുരക്ഷയിലേക്ക് പോകുന്നത്. രാവിലെ 11 മണിക്ക് പറഞ്ഞിരിക്കുന്ന ചർച്ചയുടെ സമയം മാറ്റിയിട്ടുണ്ട്. ഇന്ന് കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിൽ വൈകുന്നേരം 7 മണിയോടുകൂടിയായിരിക്കും ഈ സമവായ ചർച്ച നടക്കുക. ഓക്കെ, താങ്ക് യു.